എന്റെ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം, എന്റെ കരതാരു പുൽകുന്ന സ്നേഹം, എന്റെ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം, എന്റെ കരതാരു പുൽകുന്ന സ്നേഹം, എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, എന്നെ ചാരേയിരുത്തുന്ന സ്നേഹം, എന്റെ ദൈവം, പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം, എന്റെ ദൈവം, പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം, എന്റെ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം, എന്റെ കരതാരു പുൽകുന്ന സ്നേഹം. എന്റെ വഴികളിൽ, എന്റെ മൊഴികളിൽ, എന്റെ വഴികളിൽ, എന്റെ മൊഴികളിൽ, എന്നെ പതരാതെ താങ്ങുന്ന സ്നേഹം, മധു തൂകുന്ന പനിനീർ സുഖം, എന്നകതാരിൽ ചൊരിയും സുഖം, മധു തൂകുന്ന പനിനീർ സുഖം, എന്നകതാരിൽ ചൊരിയും സുഖം, എന്റെ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം, എന്റെ കരതാരു പുൽകുന്ന സ്നേഹം, എന്റെ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം, എന്റെ കരതാരു പുൽകുന്ന സ്നേഹം, എന്റെ ദൈവം, പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം, എന്റെ ദൈവം, പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം. എന്റെ പകലുകൾ, എന്റെ ഇരവുകൾ, എന്റെ പകലുകൾ, എന്റെ ഇരവുകൾ, കരയേൽക്കാതെ കാക്കുന്ന സ്നേഹം, പ്രഭ ചൊരിയുന്ന പൊൻതാരകം, എൻ മനതാരിൽ നിറയും സുഖം, പ്രഭ ചൊരിയുന്ന പൊൻതാരകം, എൻ മനതാരിൽ നിറയും സുഖം,
എൻ്റെ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം, എൻ്റെ കരതാരു പുൽകുന്ന സ്നേഹം, എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, എന്നെ ചാരേയിരുത്തുന്ന സ്നേഹം, എൻ്റെ ദൈവം പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം, എൻ്റെ ദൈവം പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം, എൻ്റെ ദൈവം പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം, എൻ്റെ ദൈവം പൊന്നു ദൈവം, എന്നെ കാണുന്ന ത്രിയേക ദൈവം. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷ കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശ്രാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കനയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി പാർക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഒരു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. നിങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വൈദ്യുതമായി നമ്മുടെ കർത്താവേ സ്വിശിക വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള അന്യോർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കരുണയുള്ള ദൈവമായ കർത്താവേ നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ദർശന്മാരുടെ മത്സരക്കാരായ വല്ലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും നിന്റെ ദാസനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോട് പരിപാലിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ സംഖ്യാതീതമായ നിരകളും കടങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂവ്യന്മാരും സ്ഥിരതല ഗണങ്ങളും സ്വർഗീയ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമി ദ്രവിച്ചുയർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും നിലയിൽ സൃഷ്ടിശക്തിയിൽ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അവനവൻ പ്രവർത്തിക്കപ്പെട്ടവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു.
ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെ അവിടുത്തെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന അവിടുത്തെ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതനും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കവറുകളുള്ളിൽ നിന്നേ അവരവരും എഴുന്നേറ്റുയരേകുന്നെ സ്തുതി ചെയ്തിടുന്നു. പാറിക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുമോൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിക്കാനങ്ങിത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താ തന്നരുളിന്നു മഹത്വം മുറിയോറാകി മേലുവാതാറേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദുഷ്ടത്തിനാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വനങ്ങൾക്കുവാൻ ഞങ്ങളെ ധന്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഇടയിലെ പാർപ്പിക്കണമേ. വന്നൻ മരിച്ചൊരുപ്പിനുവാൻ വാഴ്ത്തപ്പെടാവുന്ന ശ്രീഗുണാത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സവാസവും നാം എല്ലാവരുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോരിക്കുന്ന പരിതാത്മാവിന്റെ മേലും നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ
പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെയാര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ
ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. മുന്നമേ തൻ വൻകൃപയാൽ തന്നു സ്വർഗദർശനം. താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം ഹാമനോജ്ഞം സ്വപ്നത്തേക്കാൾ സുന്ദരം. ഭൂവിലെല്ലാം നിഴലു മാത്രം പൂർണ്ണത സ്വർഗത്തിൽ മാത്രം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. ശുദ്ധന്മാർക്കങ്ങു നൽകിയിടുന്നതാം ശ്രേഷ്ഠമാമവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു നിത്യം സ്തോത്രം പാടും ഞാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും. പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാ
എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഒന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളെ. അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെ
എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. പ്രാർത്ഥനാ പരിസരം പങ്കെടുത്ത് പകരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. അനുദപിക്കുന്ന പാപികളുടെ നിത്യസംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്കാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം.
എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവന് സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുവിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരുത്തുവലം വാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലായുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല,
മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ എല്ലാവരുടെയും സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി ഏതാണ്ട് 71 വർഷക്കാലം ഈ ഭൂമിയിലെ ദൈവമായ കർത്താവ് ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർവഹിച്ച് പിതൃസന്നിധിയിലേക്ക് യാത്രയാവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ്. കരിക്കാട്ടിൽ കുടുംബത്തിലെ ഈ പിതാവ് ഇന്ന് നമ്മിൽ നിന്നും വേർപിരിയുമ്പോൾ ഈ പിതാവിന്റെ നിര്യാണത്തിലെ ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ട ഭാര്യ മേരി ചേച്ചിക്കും പ്രിയപ്പെട്ട മക്കളായ ഷോജിമോനും ജോവിക്കും ജോമിനിക്കും ജോസിക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന വഴി, നമ്മുടെ സാമീപ്യം വഴിയാണ് ഈ ദുഃഖാർത്ഥരായ മക്കളെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കേണ്ടത്. ഈ ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ. ഓരോ മൃതസംസ്കാര കർമ്മങ്ങളിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരാം. പക്ഷേ അത് ഏതാനും നിമിഷം കഴിയുമ്പോൾ അത് മറന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുക. മരണം എന്നത് യാഥാർത്ഥ്യമാണ്, നമുക്കൊക്കെ അറിയാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ മരണത്തെക്കുറിച്ചുള്ള പരാമർശനങ്ങള് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലും റോമാലേഖനത്തിലും കോരിന്തോസ് ലേഖനത്തിലും വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന്റെ ദൈവദുഃഖാർജന ഫലമായി മരണവും ശിക്ഷയും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്നാൽ യഹോവയായ ദൈവം താൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ ഭൂമിയിലേക്ക് പാപപരിഹാരാർത്ഥം അയച്ച ഈശോ മിശിഹായുടെ അനുസരണത്തിലൂടെ കുരിശുമരണത്തിലൂടെ ആ പാപത്തെ യഹോവയായ ദൈവം നീക്കിക്കളയുകയാണ്. അതാണ് മരണത്തെക്കുറിച്ചുള്ള വചന പരാമർശം എന്ന് പറയുന്നത്. ഈ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവമായ കർത്താവ് സഭയിലൂടെ നൽകപ്പെടുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും കൃത്യമായി അനുസരിച്ച് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ രീതിയിൽ ഈ ഭൂമി ജീവിക്കുക എന്നുള്ളതാണ് സൃഷ്ടികളായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നമ്മുടെ ഈ കർമ്മങ്ങൾക്കിടയിൽ മുടിധരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. കർത്താവ് നമ്മോട് പറയുന്നത് പോലെ നീതിയുടെ മുടി നമ്മളെ അണിയിക്കണമെങ്കിൽ നീതിപൂർവമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിച്ച് മതിയാകും. ഈ കാരുണ്യ വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കരുണയുടെ ചിന്തകൾ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ഭരിക്കണം. കരുണാർദ്രമായ ജീവിതത്തിന് മാത്രമേ ദൈവസന്നിധി വിലയുണ്ടാകുന്ന ബോധ്യം നമ്മളെ നയിക്കട്ടെ. മറ്റൊരു ഭാഷയെ നമ്മൾ പറയുമ്പോൾ ഈ ഭൂമിയിൽ സുഹൃത സമ്പന്നമായ ജീവിതം ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവം വിഭാവനം ചെയ്ത മാലാഖമാരുടെ നാട്ടിലേക്ക് സ്വീകാര്യത ഉണ്ടാവുക. ഈ ഒരു കാഴ്ചപ്പാടിലും അർത്ഥത്തിലും തോമസിയാട്ടൻ കഴിഞ്ഞ 71 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. അപ്പൊ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും പോലെ മാനുഷികമായ കുറവുകളും പോരായ്മകളും ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം തന്റെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് അതിന്റെ പൂർണ്ണതയില് തന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടുകളുടെ നടുവിലും അദ്ദേഹം ഈ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി 100% അർപ്പിക്കുകയായി.
അരീക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏതാണ്ട് 4 മാസങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ ബിനോയ് ആകസ്മികമായി നമ്മിൽ നിന്നും വേർപെട്ടപ്പോഴേ നമ്മളൊക്കെ ഒത്തിരിയേറെ ദുഃഖിച്ചു. ചില ആളുകളെ ചോദിക്കും, എന്താ 2 മരണവും അടുത്തടുത്ത് വരിക? യഹോവയായ ദൈവം നിശ്ചയിക്കാതെ ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും പ്രതിസന്ധിയിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയില്ല. സൃഷ്ടികളായ നമ്മുടെ ജീവിതത്തെ എങ്ങനെ തിരിച്ചെടുക്കണം, എപ്രകാരമായിരിക്കണം, എന്നായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം അത് സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബിനോയുടെ വേർപാടിലെ താമസിയായിട്ടുള്ള കുടുംബാംഗങ്ങളും ഏറെ ദുഃഖാർത്ഥനായിരുന്നു. നമ്മളൊക്കെ അത് ദുഃഖിച്ച ആളുകളാണ്. ഇന്ന് പിതാവ് ഈ ഭവനത്തിൽ നിന്ന് വീണ്ടും പിതൃസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ ഈ കുടുംബക്കാരുടെ പ്രത്യേകിച്ചും മക്കളുടെ വേദന ഇരട്ടിക്കുകയാണ്. പഴയ മകൾ ജോസിമോൾക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി വിദൂരത്തിൽ നിന്നുകൊണ്ട് ഈ കർമ്മത്തിലെ ആത്മീയമായി അവൾ പങ്കുചേരുകയാണ്. അപ്പൊ താമസിയായിട്ടും കുറെ നാളുകളായി രോഗാവസ്ഥ നമുക്കൊക്കെ അറിയാം. രോഗാവസ്ഥയിലായിരുന്നു, മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ രംഗത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താമസിയായിട്ടൻ ഈ ദിവസത്തിനായി നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഉദാശകൾ സ്വീകരിച്ച് പിതാവിന്റെ പക്കലേക്ക് ഏറ്റവും വിശ്വസ്തയോടുകൂടിയാണ് കടന്നു പോവുക. നമ്മുടെയൊക്കെയും ജീവിതം അപ്രകാരമായിരിക്കട്ടെ. ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമല്ല മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് നിമിഷവും മരണനോകം നമ്മളെ മാടി വിളിക്കുന്ന ബോധ്യത്തോടുകൂടെ മരണത്തിനായി ഒരുങ്ങിയിരിക്കുവാനുള്ള ഒരു ഉൾപ്രേരണയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നമുക്ക് മരണത്തിനായി ഒരുങ്ങിയിരിക്കാം. താമസിയാട്ടിനെ ഈ കുടുംബത്തിലെ ആളുകൾ ഏറെ സ്നേഹിച്ചു, ബന്ധുമിത്രാദികൾ സ്നേഹിച്ച് രോഗാവസ്ഥയിലും ബുദ്ധിമുട്ടുകളുടെ നടുവിലും പരിഹരിക്കുവാനായിട്ട് ഒത്തിരി ആളുകളെ ഇദ്ദേഹത്തോട് കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഷോജുമോനും മിനിയും മക്കളുമൊക്കെ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അതീവ ശ്രദ്ധയോടുകൂടെ നോക്കിക്കൊണ്ട് വളരെ ഭംഗിയായി ഈ പിതാവിനെ ഈ കുടുംബത്തിനെ പരിരക്ഷിക്കുകയായിരുന്നു. അതിനെല്ലാം ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സമ്മാനം നൽകട്ടെ എന്ന് പ്രത്യേകമായി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. കാരണവന്മാരെ നോക്കുന്നതിലൂടെ ദൈവത്തിന്റെ അളവറ്റ അനുഗ്രഹം കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ചിന്തയും നമ്മൾ നയിക്കണം. ഇന്ന് പ്രത്യേകമായ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോഴേ കാരണവന്മാരെ നോക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകളും നമ്മുടെ ചുറ്റുപാടുമൊക്കെ അവർക്കൊക്കെ വലിയൊരു മാതൃകയായിട്ട് തീരണം. ഈ പിതാവിനെ വളരെ കാര്യക്ഷമതയോടുകൂടി തന്റെ ജോലികൾക്കിടയിൽ ഷോജിമാനും മിനിയും മക്കളും ബാക്കി കുടുംബാംഗങ്ങളും നമുക്ക് വളരെ ഭംഗിയായിട്ട് നോക്കിക്കൊണ്ട് ഇരുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ദൈവമേ, ഈ പിതാവിന് നിത്യശാന്തി നമുക്ക് നേടാനായിട്ട് പ്രാർത്ഥിക്കാം. മാനുഷികമായ ബലഹീനതയാൽ ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ യോഗ്യതയാൽ അവയൊക്കെ കഴുകി വിശദീകരിക്കപ്പെട്ട് ജീവന്റെ നാട്ടിലേക്ക് മലാഖമാരുടെ പക്കലേക്ക് പ്രിയപ്പെട്ട പിതാവിനെ ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ കുടുംബാംഗങ്ങൾക്ക് സഭയുടെ നാമത്തിലുള്ള അനുശോചനവും പ്രാർത്ഥനയും സ്വാതന്ത്ര്യ വചസ്സുകളും നേർന്നുകൊണ്ട് തിരുത്തണമെന്ന് നമുക്ക് തുടരാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും മനോഭാവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെയും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്തരമൊത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർക്കും പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെയും വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസമരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെയും കരയുന്നവരുടെ കണ്ണുനീർ തുളയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെയും നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും
ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാഗി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാഗി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാഗി, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാഗി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാഗി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തതിന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മൊഴി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കാ നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ
ദയയാർന്നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോർശ്ലം പ്രാപിപ്പതിനായി. നീയെന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി, ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം. വിധി നാളുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും. ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം.
I
നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നവേ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ എന്റെ വിശുദ്ധമായ മനോഹരമാകുന്നു വിശുദ്ധമാണോ ഈസായ പരിശുദ്ധമായ പരിബുദ്ധവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് എന്റെ രണ്ടാമത്തെ വിശ്രമം നൽകേണ്ട ഈ കബരം നീ പൂർത്തീകരിക്കണം ഇവരുടെയും മകത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സൗഭാഗ്യനെ കഴിക്കുക ഞാൻ നിർമ്മലനാകുന്നു അതിനെ കഴിക്കുക ഞാൻ അതിനേക്കാൾ വേണ്ടയുള്ളവനാകുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാമി പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ വരുമെന്ന് ചെയ്ത സ്ഥലത്തിനെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസത്തിന്റെ ഭാഗത്ത് നീ സ്വീകരിച്ച വിശുദ്ധ സഹായിക്കുകയും ഇവരുടെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായി മനുഷ്യാമി പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർക്കുക. സമയമാണ് ഉദ്ധരിച്ചിട്ട് സൈഡിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ വർദ്ധിക്കുന്നേ ആകാശവും ഭൂതലവും താവകമലോകത്താവി ജീവിക്കുന്നവരെ നൽകണമേ ബുധനായി സഭയുടെ നാട്ടിൽ ചേർക്കണം. ഞങ്ങളുടെ മധ്യശരീരങ്ങൾ രക്ഷിക്കുന്നല്ലോ ആത്മാരോടുകൂടി ജീവനെയും മനസ്സിലെയും ആത്മാവുമായി മനുഷ്യരെ ഉയർത്തുന്നവനോട് ആശ്വാസം കൊടുക്കുന്നതുമായി നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. ജീവനെയും മനസ്സിലെയും പരിശുദ്ധാത്മാവുമായി വിധിയാൽവാനവരാജ്യം പവിത്രവനായി ചില മഹിമാവ്
മുഖമൊടുകല്ല വിട്ടെഴുന്നേൽക്കും മനുഷ്യന് ഭാഗ്യം. വഴികൾ നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക മനുഷ്യന് ഭാഗ്യം. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, എന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ചായി ആശുദ്ധം മഹിമായ പാവങ്ങൾ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ എല്ലാവരും പരിശുദ്ധാത്മാവുമായി ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രദേശത്തെ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവിതത്തെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ ഈശ്വരോടുകൂടെ പ്രവേശിപ്പിക്കുന്നു. നമ്മിൽ ഈ മൃതസംസ്കാരത്തിൽ അവിടുത്തെ അവിടുത്തെ കാര്യത്തിൽ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരെ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരെ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു
നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും.